ആയിരം കാതമകലയാണെങ്കിലും മായാതെ മക്കാ മനസ്സിൽ നിൽപ്പൂ. ആയിരം കാതമകലയാണെങ്കിലും മായാതെ മക്കാ മനസ്സിൽ നിൽപ്പൂ. ലക്ഷങ്ങളെത്തി നമിക്കും മദീന അക്ഷയ ജ്യോതിസിൻ പുണ്യഗേഹം സഭാമാർവാമലയുടെ ചോട്ടിൽ സാഫല്യം തേടി തേടിയൊരെല്ലാം. തണലായി തുണയായി സംസം കിണറിന്നും അണകെട്ടി നിൽക്കുന്നു പുണ്യതീർത്ഥം. തണലായി തുണയായി സംസം കിണറിന്നും അണകെട്ടി നിൽക്കുന്നു പുണ്യതീർത്ഥം. കാലപ്പഴക്കത്താൽ മാറ്റാൻ കഴിയുമോ ബിലാലിൻ സുന്ദര ബാങ്കോലികൾ? ഖുറാന്റെ കുളിരിടും വാക്യങ്ങൾ എന്നോട് കരളിലെ കറകൾ കഴുകിടുന്നു. ആയിരം കാതമകലയാണെങ്കിലും മായാതെ മക്കാ മനസ്സിൽ നിൽപ്പൂ. തിരുനബിയുര ചെയ്ത സാരോപദേശങ്ങൾ അരുളട്ടിഹ പരാനുഗ്രഹങ്ങൾ. തിരുനബിയുര ചെയ്ത സാരോപദേശങ്ങൾ അരുളട്ടിഹ പരാനുഗ്രഹങ്ങൾ. എന്നെ പുണരുന്ന പൂനീലാവേ, പുണ്യറസൂലിൻ തിരുവൊളിയേ, അള്ളാവേ നിന്നരുളൊന്നു മാത്രം തള്ളല്ലേ നീ എന്നെ തമ്പുരാനേ. ആയിരം കാതമകലയാണെങ്കിലും മായാതെ മക്കാ മനസ്സിൽ നിൽപ്പൂ. ലക്ഷങ്ങളെത്തി നമിക്കും മദീന അക്ഷയ ജ്യോതിസിൻ പുണ്യഗേഹം സഭാമാർവാമലയുടെ ചോട്ടിൽ സാഫല്യം നേടി തേടിയൊരെല്ലാം. സാഫല്യം നേടി തേടിയൊരെല്ലാം. അല്ലാ അമൃത ടിവിന്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും നമ്മളുടെ എല്ലാവരുടെയും ബക്രീദ് ആശംസകൾ. ഇത് പറഞ്ഞുകൊണ്ട് പ്രേക്ഷകരെ വെൽക്കം ടു ക്യൂട്ടി ദ ഹാൻഡ് വാഷ് പ്രസൻസ് കോമഡി മാസ്റ്റേഴ്സ്, കോ പ്രസന്റഡ് ബൈ വില്ലി വൈറ്റ് ടൂത്ത് പേസ്റ്റ്, പവർഡ് ബൈ അമൃതവേണി ലൈസ് കിറ്റ്, കോ പവർഡ് ബൈ രാജകുമാരി ഗ്രൂപ്പ്. അർജുൻ, ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് നിങ്ങൾ അഞ്ചുപേരും ചെയ്യേണ്ട ഒരു കാര്യം നന്നായിട്ടൊന്ന് തള്ളി മുളി കയറ്റുക. ഇല്ല, ഞങ്ങൾ തള്ളേണ്ട ആവശ്യമില്ല. നീ ഓൾറെഡി കിഡിലമായിരുന്നു. അതായത് ഒരു ചന്ദ്രൻ ഉദിച്ച് നിൽക്കുന്ന പോലെ നീ ഇപ്പൊ നിൽക്കുന്നത്. നല്ല അർജുൻ ഭയങ്കര ഭക്തിസാന്ദ്രമായ ഒരു അന്തരീക്ഷം. ബാങ്ക് വിളി നമുക്ക് ഡയറക്റ്റ് കേട്ട പോലെ ഉണ്ടായിരുന്നു. എന്റെ ഏറ്റവും വലിയ സന്തോഷം എന്താണെന്നറിയോ, ഞാൻ ആദ്യമായിട്ടാണ് ഒരു ഡിവോഷണൽ ഒരു മുസ്ലിം സോങ് പാടാനുള്ള ഒരു ചാൻസ് എനിക്ക് കിട്ടുന്നത്. ഒരു സ്റ്റേജിലും പാടിയിട്ടില്ല. അതിന് അള്ളാഹുവിന് നന്ദി.
ചേട്ടാ ഈ വലിയ പെരുന്നാളെ നിങ്ങളുടെ ജീവിതത്തിലെ വലിയ വഴിത്തിരിവാകട്ടെ. നിന്റെ നാവ് പൊന്നാവട്ടെ. അല്ല അത് മാത്രമല്ല നമ്മുടെ ഈ ബക്രീദ് ദിന എപ്പിസോഡിന് ഇത്രയും നല്ല ഓപ്പണിംഗ് തന്നതിന് യെസ് അർജുനും ഡാൻസേഴ്സ് കുട്ടികൾക്ക് വലിയൊരു കൈയടി. സത്യം. അല്ലെങ്കിലേ എല്ലാ പെരുന്നാളിനും നമ്മൾ എന്താ ചെയ്യുന്നത്, കുറെ ലഡു ഒക്കെ ആയിട്ട് നമ്മൾ തന്നെ പോകും, നമ്മൾ തന്നെ കഴിക്കും. അപ്പൊ നമ്മുടെ പ്രേക്ഷകർക്ക് ഇതൊരു പുതിയ വിരുന്നാണ്. എടാ വിരുന്ന് തുടങ്ങുന്നതേ ഉള്ളൂ. നീ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കേ. ഈ ചേച്ചിമാരെ നിനക്ക് പരിചയമുണ്ടോ? ഇത് നമ്മുടെ ഇത്തമാര്. ആ ഈ പരിചയമുള്ളൂ. നമ്മുടെ മലബാറിലെ ആനീസ് കിച്ചണിൽ പങ്കെടുത്ത ചേച്ചിമാരാണ്. ഇവരെന്തായാലും വെറും കൈയോടെ വരുവോ? കൈയോടെ അല്ല വന്നിരിക്കുന്നത്. പക്ഷേ ഇവരിത്തവണ ബിരിയാണിയും കൊണ്ടല്ല വന്നത്, സ്വീറ്റ്സും കൊണ്ടാണ്. എല്ലാ തവണ ഇവര് സ്വീറ്റ്സ് ഉണ്ടാവും. കഴിഞ്ഞ പ്രാവശ്യം എന്തൊക്കെയാണ് ഇവര് നമുക്ക് കൊണ്ടു തന്നത്. ഇത്തവണ എന്നെ കണ്ടപ്പോഴേ പറഞ്ഞു ഒരുപാട് പലഹാരങ്ങളുണ്ട്, വയറൊക്കെ ഇങ്ങനെ ഒഴിച്ച് ഫ്രീ ആക്കി ഇട്ടേക്കാൻ. വയറാണെന്നാണ് അവര്. കൊള്ളായിരുന്നു നോക്കിൽ. നല്ലൊരു ചിരിപ്പടക്കമായിരുന്നു നീ ഇവിടെ ഇപ്പൊ പൊട്ടിച്ചത്.